ഒരു മാസത്തോളമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. എനിക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ തോന്നിയിരുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് പൊട്ടറ്റോ റൈസും പപ്പടവും മുട്ട ഫ്രൈയുമാണ്. ഇന്ന് മീനൊന്നും കിട്ടിയിരുന്നില്ല. എനിക്ക് മീൻകറിയില്ലാതെ ചോറ് കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ചെറുതായി ചുമയും ഒരു തൊണ്ടയിൽ കരകരപ്പുണ്ട്. അതിന് കുറച്ച് നവരയിലിട്ട് വെള്ളം തിളപ്പിച്ചു. ഈ വെള്ളം കുടിച്ചാൽ തൊണ്ടയുടെ കരകരപ്പ് മാറിക്കിട്ടും. ഞാൻ പൊട്ടറ്റോ റൈസിന് 2 ചെറിയ ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും കുറച്ച് കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. 10ഓളം കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. നേരത്തെ ഒലിവ് ഓയിൽ 1600 രൂപയ്ക്ക് 2 ബോട്ടിൽ കിട്ടിയിരുന്നു. ഒന്നിന് ഒന്ന് ഫ്രീ എന്ന രീതിയിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരെണ്ണം 1200 രൂപ. ഒറ്റയടിക്ക് ഇരട്ടിയായി വില. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടാകുമ്പോഴേക്കും സവാള അരിഞ്ഞെടുക്കാം. 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തുള്ള പള്ളിയിലെ പണി ഇതുവരെ തീർന്നിട്ടില്ല. ഇനിയും ഒരു 3-4 ആഴ്ച കൂടി പോകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും ചെറിയ പണികളാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. വലിയ ബഹളമൊന്നും കേൾക്കുന്നില്ല. എണ്ണ ചൂടായി. സവാള ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പിട്ടു. കുറച്ച് കറിവേപ്പില പൊടിപ്പിച്ചിട്ടു. കാന്താരി മുളക് ചതച്ച് അതും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടു. ഇനി തക്കാളി അരിഞ്ഞതും കൂടി ഇടാം. രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല. ഇനി ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് വഴറ്റാം. ഞാൻ സാധാരണ പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിൽ ചേർക്കാറ്. ഇത് ഞങ്ങൾക്കായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നന്നായി ഫ്രൈ ചെയ്തിട്ട് ചേർക്കും. അവർക്കതാണ് ഇഷ്ടം. ഞാൻ 3/4 കപ്പ് റൈസാണ് എടുത്തത്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരും. അതുവരെ എല്ലാവർക്കും ബൈ.